കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നത് ആശങ്കാജനകമെന്ന് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. എന്തുകൊണ്ടാണ് ലഹരി കേരള സമൂഹത്തിൽ വ്യാപകമായത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടക്കണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ സർക്കാരും നിയമ സംവിധാനങ്ങളും മറ്റും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ ഷെയ്ഖന ന്യൂസിനോട് പ്രതികരിക്കവേ ചൂണ്ടിക്കാട്ടി. വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കളുടെയും കുട്ടികളുടെയും ഇടയിൽ വലിയ തോതിൽ ലഹരി വ്യാപിച്ചിരിക്കുകയാണ്. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളും യുവാക്കളും പല രീതിയിലുള്ള അക്രമ സംഭവങ്ങളിലേക്കും നീങ്ങുന്നു. അതുപോലെ തന്നെ അവരുടെ ജീവിതം നശിക്കുന്നു, പഠനത്തിലും ജോലിയിലുള്ള അവരുടെ ശ്രദ്ധ നശിക്കുന്നു. ഇത് വലിയൊരു ഭീകര വിപത്താണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഈ ലഹരി നമ്മുടെ കേരള സമൂഹത്തിൽ വ്യാപകമായത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ ലഹരി വിരുദ്ധ പ്രചരണങ്ങൾ, അതുപോലെ കുട്ടികളുടെ ഇടയിലുള്ള അവബോധം, യുവജനങ്ങളുടെ അവബോധം, അതുപോലെ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾക്ക് ഉള്ള റീഹാബിലിറ്റേഷൻ ചികിത്സാ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തണം. അതുപോലെ സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും പോലീസും എക്സൈസും എല്ലാം ഈ രംഗത്ത് ഒന്നുചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വലിയ ഭീകര വിപത്തിൽ നിന്ന് തലമുറകളെ രക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നാം ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. എല്ലാവരെയും ഉണർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ സംഘടനകളിലും, അത് മതസംഘടനകളിലായാലും മറ്റ് സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളിലായാലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പരമമായ പ്രാധാന്യം നൽകുകയും ചെയ്യണം. മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ആത്മീയ വഴികളിലേക്ക് കൂടി മടങ്ങണം. ആത്മീയ വഴികളിലേക്ക് മടങ്ങുകയും ഉയർന്ന മൂല്യബോധം ജീവിതത്തിൽ സൂക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ ഇപ്രകാരമുള്ള തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് മനുഷ്യന് അകന്നു നിൽക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരെയും ഈ രംഗത്ത് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു.